കരുണാപുരത്ത് PMGSY പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോടികൾ ചെലവഴിച്ച് നിർമ്മിക്കുന്ന റോഡിൽ അപാകതയെന്ന ആരോപണവുമായി നാട്ടുകാർ രംഗത്ത്. പ്രകാശ് ഗ്രാം തേർഡ് ക്യാമ്പ് കൂട്ടാർ റോഡിന്റെ നിർമ്മാണത്തിലാണ് കോൺട്രാക്ടറുടെ നേതൃത്വത്തിൽ വൻ അഴിമതി നടന്നെന്ന ആരോപണം ഉയർന്നിരിക്കുന്നത്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാപിറ്റൽ കാർ ഫാൻസി ഓപ്പോസിറ്റ് ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ കട്ടപ്പന. 4.25 കിലോമീറ്റർ റോഡിന്റെ നിർമ്മാണത്തിന് 3.25 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. BMBC നിലവാരത്തിൽ നിർമ്മിക്കേണ്ട റോഡ് പഞ്ചായത്ത് റോഡിനേക്കാൾ കഷ്ടമായാണ് നിർമ്മിക്കുന്നതെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. കൃത്യമായി അടിത്തറ ഒരുക്കാതെ മണ്ണിന് മുകളിലാണ് നേരിട്ട് ടാർ ചെയ്യുന്നതെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ടാർ ലെയറിന്റെ കനം നിർദ്ദേശിച്ചിട്ടുള്ള നിലവാരത്തിലല്ലെന്നും DPR പ്രകാരമുള്ള റോഡ് വീതി പല സ്ഥലങ്ങളിലും പാലിച്ചിട്ടില്ലെന്നും നാട്ടുകാർ പറയുന്നു. നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ കരുണാപുരത്ത് ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗമായിട്ടുള്ള തേർഡ് ക്യാമ്പ് പ്രകാശ് ഗ്രാം കൂട്ടാർ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുകയാണ്. ഇത് PMGSYയിൽ ഉൾപ്പെടുത്തി MB ഇടപെട്ട് 4 കോടി രൂപ അനുവദിച്ച് ഏതാണ്ട് 4.25 കിലോമീറ്റർ റോഡാണ് ഇവിടെ നിർമ്മിക്കുന്നത്. ഏതാണ്ട് 2023 അവസാനം നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ച് ഇപ്പോൾ 2026 പകുതിയായപ്പോഴും നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടില്ല. ഇതിന്റെ കോൺട്രാക്ടർ ആയിട്ടുള്ള ബഹുമാനപ്പെട്ട വ്യക്തി സബ് കോൺട്രാക്ട് കൊടുത്ത് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ 3 കോൺട്രാക്ടർമാരുടെ കീഴിൽ സബ് കോൺട്രാക്റ്റായി നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം തന്നെ ഒരു കോൺട്രാക്ടർ റോഡ് ടാറിങ് എടുത്ത ആള് ഗുണനിലവാരമില്ല എന്ന് മെയിൻ കോൺട്രാക്ടർ പറഞ്ഞ് അയാളെ ഒഴിവാക്കിയതിന് ശേഷം അടുത്ത കോൺട്രാക്ടറാണ് ഇപ്പോൾ ഈ റോഡിന്റെ ടാറിങ് നിർവഹിക്കുന്നത്. ഇപ്പോൾ ഇവിടെ പരിശോധിച്ചാൽ അറിയാം, GSP ഇട്ട് 1.5 വർഷം കഴിഞ്ഞ് ഉറപ്പിച്ചതിന് ശേഷം വലിയ ടോറസുകളും അതേപോലെ തന്നെ കാലാവസ്ഥയിൽ വലിയ മഴയെല്ലാം പെയ്തതിന് ശേഷം GSP മുഴുവൻ ഇളകി തെറിച്ച് മെറ്റൽ മുഴുവൻ ഇളകി പോയതിന് ശേഷം നമ്മൾ കാണുന്ന സ്ഥലത്ത് കഴിഞ്ഞ ദിവസം അതെല്ലാം വാരി കൂട്ടി ഒതുക്കി വെച്ചതിന് ശേഷം മതിയായി വെള്ളം ഒഴിച്ച് ഉറപ്പിക്കാതെ അതിന്റെ പുറത്ത് ടാറിങ് നടത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോടിക്കണക്കിന് രൂപ അനുവദിച്ച MPയോട് ഞങ്ങൾക്ക് പ്രത്യേക നന്ദിയുണ്ട്. ഈ റോഡ് ഒരു ഗ്രാമീണ റോഡ് അഭിവൃദ്ധിപ്പെടുത്താൻ PMGSYയിൽ ഉൾപ്പെടുത്തി MP നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ അഭിനന്ദിക്കുന്നു. എന്നാൽ ഇതിന്റെ ഭാഗമായിട്ടുള്ള മേൽനോട്ട ചുമതല വഹിക്കേണ്ട ജില്ലാ പഞ്ചായത്തിന്റെ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഭാഗം, ഗ്രാമീണ റോഡ് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഭാഗത്തിന്റെ ഉദ്യോഗസ്ഥന്മാരുടെ ഗുരുതരമായ അലംഭാവവും അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നതിന്റെയും ഭാഗമായിട്ടാണ് ഈ റോഡ് ഇത്ര ഗുണനിലവാരം കുറഞ്ഞ നിലയിൽ ടാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ദോശയുടെ കനത്തിലാണ് ഇപ്പോൾ ഇവിടെ ടാറിങ് നടക്കുന്നത്. യഥാർത്ഥത്തിൽ മാനദണ്ഡ പ്രകാരമുള്ള റോഡിന്റെ കനം അനുസരിച്ചിട്ടുള്ള ടാറിങ് ഇവിടെ നടക്കുന്നില്ല. അത് മാത്രമല്ല, ഇവിടെ മിറ്റിലിങ് നടത്തിയിരിക്കുന്നത് ഉറപ്പിച്ച് നോക്കാതെയാണ്. 1.5 വർഷം മുമ്പ് ഈ മിറ്റിലിങ്ങിന്റെ ഗുണനിലവാര പരിശോധനയാണ് നടത്തിയത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് 1.5 വർഷം കഴിഞ്ഞതിന് ശേഷം ഇവിടെ ടാറിങ് നടക്കുന്നത്. തന്നെയല്ല, കോൺട്രാക്ടർ വലിയ അഴിമതി ഇതിന്റെ ഭാഗമായി നടത്തിയിട്ടുണ്ട്. അധികൃതർ അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ബന്ധപ്പെട്ടവർക്ക് നാട്ടുകാർ പരാതിയും നൽകി. ഇടുക്കി ലൈവ് ന്യൂസ് നെടുങ്കണ്ടം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആത്മവിദ്യാലയമേ ആത്മവിദ്യാലയമേ. ഇതിനകത്തിരുന്ന പുട്ടുപോലെ പുഴുങ്ങിയെടുക്കാലോ. എന്റെ പപ്പ ഈ മൂട്ട പോലത്തെ പാട്ട വണ്ടി ഒന്ന് മാറ്റിക്കൂടെ? ഈ വണ്ടി മാറ്റിയിട്ട് ഒരു പരിപാടിയില്ല. അത് നിങ്ങൾ ആലോചിക്കാൻ വേണ്ട. എന്നാ പിന്നെ ഇതൊന്ന് മോഡിഫൈ ചെയ്തുകൂടെ? മോഡിഫൈയോ? അതെന്നാ കുറിച്ച? എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒക്കെ നടത്തി അടിപൊളിയാക്കാം. കാറ് പിന്നെ വേറെ ലെവലാ. എന്നാ വണ്ടി നേരെ ക്യാപിറ്റൽ കാർ ഫാൻസിലോട്ട് കിട്ടും. ജില്ലയിലെ ഏറ്റവും വലിയ കാർ ഫാൻസി ഷോറൂം ക്യാപിറ്റൽ കാർ ഫാൻസി ഓപ്പോസിറ്റ് ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ കട്ടപ്പന. അത്യാധുനിക ടെക്നോളജിയിൽ വീൽ അലൈൻമെന്റ് ആൻഡ് വീൽ ബാലൻസിംഗ്, വിദഗ്ധരായ ടെക്നീഷ്യൻസ്മാരുടെ സേവനം, ഏറ്റവും വിലക്കുറവിൽ ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് ടയേഴ്സ്, മ്യൂസിക് സിസ്റ്റം, സീറ്റ് കവർ, പവർ വിൻഡോ, റെക്സിൻ, ഫ്ലോർ മാറ്റുകൾ തുടങ്ങി എല്ലാവിധ ആക്സസറീസുകളും. അങ്ങനെ ക്യാപിറ്റൽ കാർ ഫാൻസിയിലെത്തിയപ്പോ ഞങ്ങളും അടിപൊളിയായി. അമ്പടെ ജിഞ്ചിനാക്കിടി. ക്യാപിറ്റൽ കാർ ഫാൻസി ഓപ്പോസിറ്റ് ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ കട്ടപ്പന.